നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണം 49ആയി. മരിച്ചവരിൽ 13 മലയാളികൾ ഉൾപ്പെടെ 43 പേരും ഇന്ത്യക്കാർ. മലയാളികളിൽ 13 പേരെയും തിരിച്ചറിഞ്ഞു. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സംഭവ സ്ഥലത്തേക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുമായി നോർക്ക റൂട്ട്സ്. കെട്ടിട ഉടമയും സുരക്ഷാ ജീവനക്കാരനും അറസ്റ്റ്. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അടിയന്തര മന്ത്രിസഭാ യോഗം രാവിലെ 10-ന്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതടക്കം ചർച്ചയാകും. ലോക കേരള സഭ വെട്ടിച്ചുരുക്കി. ഉദ്ഘാടനവും ആഘോഷാനുബന്ധ പരിപാടികളും ഒഴിവാക്കി. നാളത്തെയും മറ്റന്നാളത്തെയും സെഷനിൽ മാറ്റമില്ല. UDF ഭരിക്കുന്ന പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിനെതിരെ ഗുരുതര ആരോപണവുമായി അതിഥി തൊഴിലാളികൾ. നിക്ഷേപ തുക തിരികെ നൽകുന്നില്ലെന്ന് പരാതി. 9 ലക്ഷത്തോളം രൂപ ലഭിക്കാനുണ്ടെന്ന് അതിഥി തൊഴിലാളികൾ. വിപ്ലവ ഇതിഹാസം EMSന്റെ 115-ാം ജന്മവാർഷിക ദിനം ഇന്ന്. നാടെങ്ങും അനുസ്മരണ പരിപാടികൾ. T20 ലോകകപ്പിൽ ഇന്ത്യ സൂപ്പർ 8-ൽ അമേരിക്കയെ കീഴടക്കിയത് 7 വിക്കറ്റിന്. അർഷ്ദീപ് സിംഗ് കളിയിലെ താരം. വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലൻഡ് മത്സരം പുരോഗമിക്കുന്നു. ഒറ്റയ്ക്കുള്ള ശക്തി കൊണ്ട് എന്തോ നേടിയെന്ന ധാരണ പ്രതിപക്ഷത്തിന് വേണ്ടെന്ന മുഖ്യമന്ത്രി. CPIMനെ ആക്രമിച്ച് മനസുഖം നേടുകയെന്ന പ്രതിപക്ഷ നിലപാട് ശരിയല്ല. BJPയെ ദുർബലപ്പെടുത്തുകയാണ് പ്രധാനമെന്ന് മുഖ്യമന്ത്രി. കോഴിക്കോട് ധർണ സമരം നടത്തി കേരള ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയൻ. സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക, സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുക എന്നിവ ആവശ്യം. ധർണ നടത്തിയത് CITUവിന്റെ നേതൃത്വത്തിൽ. യാത്രക്കാർക്ക് ബാഗേജുകൾ സ്വയം ചെക്ക് ഇൻ ചെയ്യാൻ സൗകര്യമൊരുക്കി കൊച്ചി എയർപോർട്ട്. സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ബയോമെട്രിക് ഏകോപനത്തിനും സിയാലിൽ തുടക്കം. യുവ ഇന്ത്യൻ ഗോൾ കീപ്പർ സോം കുമാർ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക്. താരം ഒപ്പുവെച്ചത് 4 വർഷത്തെ കരാർ. ക്ലബിനും ആരാധകർക്കും വേണ്ടി മികവ് പുലർത്തുമെന്നും സോംകുമാർ. എക്സൈസിനെയും പോലീസിനെയും മണിക്കൂറുകളോളം വെട്ടിലാക്കി യുവാവ്. എയർഗണ്ണുമായി എത്തിയ യുവാവാണ് പോലീസിനെ വട്ടം ചുറ്റിച്ചത്. സംഭവം വടകരയിൽ. കാർത്തികേയൻ അനുസ്മരണവും സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റവും നടന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഉത്തമ കമ്മ്യൂണിസ്റ്റാണ് V കാർത്തികേയൻ എന്ന് AK ബാലൻ. പ്രതീകാത്മകമായി മഴയെ ചിരിപ്പിച്ചും മഴയത്ത് കുടച്ചൂടി നിന്ന് തന്റെ സ്നേഹിതരെ ചിരിപ്പിച്ചും നാടക നടൻ ആശിഷ് അധികാരി. ആശിഷിന്റെ സ്റ്റാൻഡപ്പ് കോമഡിക്ക് കൊല്ലത്ത് ലഭിച്ചത് വലിയ സ്വീകാര്യത. BJPയും കോൺഗ്രസുമായി ചർച്ച നടത്തി ബിനു പുളിക്കണ്ടം. CPIMൽ നിന്ന് പുറത്താക്കിയ പാലാ നഗരസഭാ കൌൺസിലറാണ് ബിനു. ഒരിക്കൽ പുറത്താക്കിയ ബിനുവിന് പാർട്ടിയിൽ സ്ഥാനം നൽകരുതെന്ന് BJP കോൺഗ്രസ് പ്രവർത്തകർ. UDF ഭരിക്കുന്ന പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിനെതിരെ ഗുരുതര ആരോപണവുമായി അതിഥി തൊഴിലാളികൾ.
നിക്ഷേപ തുക തിരികെ നൽകുന്നില്ലെന്ന് പരാതി. 8 പേർ നിക്ഷേപിച്ച 9 ലക്ഷത്തോളം രൂപ ലഭിക്കാനുണ്ടെന്ന് അതിഥി തൊഴിലാളികൾ. SFI നേതാവ് ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടിക്കൊരുങ്ങി കോടതി. സാക്ഷി വിസ്താരത്തിനായി ജൂലൈ 17 കേസ് പരിഗണിക്കും. 5000-ഓളം പേജുകളുള്ള രേഖകളും കോടതി വിചാരണ വേളയിൽ പരിശോധിക്കും. M. ജിനദേവന്റെ 30ാം ചരമവാർഷികം സംഘടിപ്പിച്ച് CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി. ജിനദേവൻ സ്മാരക ട്രസ്റ്റുമായി ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ, വനിതാ, ശിശുവികസന വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ തൃശൂരിൽ അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മൈ കേരള ടൂറിസം അസോസിയേഷന്റെ 22ാമത് വാർഷിക സമ്മേളനം ഊട്ടി വിൻസർ ഹോട്ടലിൽ നടന്നു. ഊട്ടി ടൂറിസം ഡെസ്റ്റിനേഷൻ പ്രൊമോഷന്റെ ഭാഗമായി 3 ദിവസങ്ങളിലായിരുന്നു മീറ്റ്. കേരളത്തിലെ 60ഓളം ടൂർ ഓപ്പറേറ്റർമാർ പരിപാടിയിൽ പങ്കെടുത്തു. വൈപ്പിൻ ബീച്ചിൽ ക്രൂരമർദ്ദനമേറ്റ വനിതാ ഓട്ടോ ഡ്രൈവറെ വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് സന്ദർശിച്ചത്. ഓട്ടോറിക്ഷയിൽ കറങ്ങി മോഷണം നടത്തിയ 2 പേർ കൊച്ചിയിൽ പിടിയിൽ. ചൂരമൂടി ആൽബിൻ ബാബു, കോടനാട് ശർമ്മ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച മോഷ്ടാക്കളെ സാഹസികമായി പിന്തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തത്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ മികച്ച 1ാമത്തെ ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങിയ സംവിധായകൻ സുബിൻ കണ്ണദാസ്. AKG സ്മാരക ഹാളിൽ നടന്ന ചടങ്ങ് സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. പ്രഭാവർമ്മ പുരസ്കാരം സമ്മാനിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് സിം കാർഡ് കൈക്കലാക്കി തട്ടിപ്പ് നടത്തുന്ന സംഘം പിടിയിൽ. ശിവപുരം സ്വദേശി TP മുഹമ്മദ് സ്വാലിഹ്, മുഹമ്മദ് മിഹാൽ എന്നിവരെയാണ് മട്ടന്നൂർ പോലീസ് പിടികൂടിയത്. സ്വകാര്യ ബസ് ജീവനക്കാരുടെ വിദ്യാർത്ഥികളോടുള്ള സമീപനം, സീറ്റ് നൽകുന്നുണ്ടോ തുടങ്ങിയവ സംബന്ധിച്ച് പാലക്കാട് RTO TM ജെർസന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. നല്ല സമീപനം നടത്തുന്ന ബസ് ജീവനക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രോത്സാഹന സമ്മാനവും RTO നൽകി. കോട്ടയം ദേശാഭിമാനി അക്ഷരമുറ്റം സ്കൂൾ പത്ര ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം പള്ളം ബുക്കാനൻ ഹൈസ്കൂളിൽ നടന്നു. പരിപാടി CPM ജില്ലാ സെക്രട്ടറി AV റസൽ ഉദ്ഘാടനം ചെയ്തു. കൽപ്പറ്റയിൽ വിരമിച്ച അധ്യാപകരുടെ കൂട്ടായ്മയായ സപ്രിന്റേഴ്സ് വയനാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പരം 2024 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി സാംസ്കാരിക പ്രവർത്തകൻ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാതല ബാലവേല വിരുദ്ധ ദിനാചരണം മലാപ്പറമ്പിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. ബാലവേലയ്ക്കെതിരെ സമൂഹം ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ.
പശ്ചിമബംഗാളിലെ 4 വയസ്സുള്ള കുട്ടിയിൽ പക്ഷിപ്പനി കണ്ടെത്തിയതായി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. ആഗോളതലത്തിൽ H9N2 വൈറസ് മൂലമുണ്ടാകുന്ന പക്ഷിപ്പനി കണ്ടെത്തിയവരുടെ എണ്ണം ഇതോടെ 4 ആയി. മുംബൈയിലെ കെമിക്കൽ ഫാക്ടറിയിൽ തീപിടുത്തം. അമുദാൻ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരുക്കില്ല. മധ്യപ്രദേശിൽ അമ്മായിയമ്മയെ അരിവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. യുവതിക്ക് വധശിക്ഷ വിധിച്ച് കോടതി. തമിഴ്നാട് തിരുപ്പത്തൂരിന് സമീപം പാമ്പിനെ കൊന്നു തിന്ന യുവാവ് അറസ്റ്റിൽ. രാജേഷ് കുമാറാണ് അറസ്റ്റിലായത്. പാമ്പിന്റെ തൊലി ഉരിയുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ജോൺസൺ പൗഡറുകൾ ക്യാൻസറിന് കാരണമാകുന്നുവെന്ന പരാതികൾ ഒത്തുതീർപ്പാക്കാൻ കമ്പനി യുഎസിൽ കെട്ടിവെച്ചത് $700 മില്യൺ. അപകടകരമായ പദാർത്ഥങ്ങൾ അടങ്ങിയ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിയമവിരുദ്ധമെന്ന് ന്യൂയോർക്ക് അറ്റോർണി ജനറൽ. അഹിന്ദുക്കൾക്ക് സ്ഥലം വിൽക്കുന്നത് വിലക്കി ജയ്പൂരിൽ വീണ്ടും പോസ്റ്റർ. ശിവജി നഗറിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് സ്ഥലത്തെത്തി പോസ്റ്ററുകൾ നീക്കം ചെയ്തു. ചെങ്കോട്ട ആക്രമണ കേസിൽ ശിക്ഷിക്കപ്പെട്ട പാകിസ്ഥാൻ ഭീകരൻ മുഹമ്മദ് ആരിഫിന്റെ ദയാഹർജി രാഷ്ട്രപതി ദ്രൗപദി മുർമു തള്ളി. കഴിഞ്ഞ മാസം സമർപ്പിച്ച ഹർജിയാണ് രാഷ്ട്രപതി നിരസിച്ചത്. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനത്തെ ചോദ്യം ചെയ്ത് കോൺഗ്രസ്. പ്രത്യേക പദവി എടുത്തുകളഞ്ഞ ശേഷം സമാധാനവും സാധാരണ നിലയും തിരിച്ചുവരുമെന്നത് മോഡിയുടെ പൊള്ളയായ അവകാശവാദങ്ങളായെന്ന് കോൺഗ്രസ്. സ്വാതി മലിവാൾ കേസിൽ ജാമ്യത്തിനായി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് ബിഭാവ് കുമാർ. ഡൽഹി തീസ് ഹസാരി കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ബിഭാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും. മണിപ്പൂരിലെ വിവിധയിടങ്ങളിൽ നേരിയ ഭൂചലനം. കാങ്ജോങ് ജില്ലയിൽ റിക്ടർ സ്കെയിലിൽ 3.4 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായത് വൈകിട്ട് 5:30ഓടെയെന്ന് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി. നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെന്ന് റിപ്പോർട്ട്. നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് UAE ഏകീകൃത സംവിധാനം ഏർപ്പെടുത്തിയതോടെ UAEയിൽ 5 ദിവസത്തിനകം വിസയും തൊഴിൽ പെർമിറ്റും ലഭിച്ചേക്കും. ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ വാഗ്ദാനങ്ങളുമായി കൺസർവേറ്റീവിന്റെ പ്രകടന പത്രിക. മോഹന വാഗ്ദാനങ്ങളാണ് ടോറികൾ പ്രകടന പത്രികയിൽ അവതരിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുമായ ഋഷി സുനകാണ് നയപരിപാടികൾ പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ വെടിവെപ്പിൽ 11 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. കഫർനിമ ഗ്രാമത്തിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തുന്നതിനിടയിലാണ് പലസ്തീൻ പൗരന്മാർക്ക് നേരെ വെടിയുതിർത്തത്. US പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിൽ നുണ പറഞ്ഞത് കുറ്റക്കാരനെന്ന് കോടതി വിധി. ആദ്യമായാണ് ഭരണത്തിലുള്ള US പ്രസിഡന്റിന്റെ മക്കളിലൊരാൾക്കെതിരെ കുറ്റം ചുമത്തുന്നത്.
രാജ്യാന്തര വിമാനത്താവളത്തിലെ ബോംബ് ഭീഷണിക്ക് പിന്നിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള 13 വയസ്സുകാരൻ. കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയുമോ എന്ന് പരീക്ഷിക്കാനാണ് സന്ദേശം അയച്ചതെന്ന് കൗമാരക്കാരൻ. കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി. സ്പേസ് എക്സ് സിഇഒ ഇലോൺ മസ്കിനെതിരെ വീണ്ടും ലൈംഗികാരോപണം. ഇന്ത്യനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും വനിതാ ജീവനക്കാരെ അസ്വസ്ഥരാക്കുന്ന തരത്തിലുള്ള തൊഴിൽ സംസ്കാരം ഇയാൾ വളർത്തിയെടുത്തുവെന്നും റിപ്പോർട്ട്. സുരക്ഷാ മുൻകരുതലില്ലാതെ 30 നില കെട്ടിടത്തിലേക്ക് കയറാൻ ശ്രമിച്ച സ്പൈഡർമാൻ അറസ്റ്റിൽ. ഉയരമുള്ള കെട്ടിടങ്ങളിൽ കയറി ലോക ശ്രദ്ധയാകർഷിച്ച മാർസിൻ ബനോട്ടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുവൈറ്റിൽ ബലിപെരുന്നാൾ പ്രമാണിച്ച് എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും ജൂൺ 14 വെള്ളിയാഴ്ച മുതൽ 5 ദിവസം അവധി പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ച് സിവിൽ സർവീസ് ബ്യൂറോ സമർപ്പിച്ച നിർദ്ദേശത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ചൈന ഹോം ലൈഫ് എക്സ്പോ ആൻഡ് അപ്ലയൻസ് ഇലക്ട്രോണിക്സ് പ്രദർശനം ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ആരംഭിച്ചു. ജൂൺ 14 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രദർശനം. ഒമാനിൽ അൽ വുസ്ത ഗവർണറേറ്റിലെ ദുഃഖമിൽ പുതിയ ഇന്ത്യൻ സ്കൂൾ തുറന്നു. കെട്ടിടോദ്ഘാടനം ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് ഉദ്ഘാടനം നിർവഹിച്ചു. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരണമടഞ്ഞവർക്ക് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി കലാ കുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട്. ഖേർ ചിറ്റാർ പ്രവാസി അസോസിയേഷന്റെ 1ാം വാർഷികവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. അജ്മാൻ മൈത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം മുൻ പ്രസിഡന്റ് എച്ച് ഹസൻ ഉദ്ഘാടനം ചെയ്തു. ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തലിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പുറപ്പെടുവിച്ച പ്രമേയത്തിനെ ഒമാൻ സ്വാഗതം ചെയ്തു. പ്രമേയം പാസാക്കുന്നതിന് ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നിവ നടത്തിയ ശ്രമങ്ങളെ അഭിനന്ദിച്ച് വിദേശകാര്യ മന്ത്രാലയം. BTS ബാൻഡിലെ മുതിർന്ന അംഗം കിങ് സിയോക് ജീൻ നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കി തിരിച്ചെത്തി. 2022 ഡിസംബറിലാണ് ജീൻ സൈനിക സേവനത്തിന്റെ ഭാഗമായത്. കുഞ്ചാക്കോ ബോബൻ സുരാജ് വെഞ്ഞാറമൂടും ഒന്നിക്കുന്ന ഗർ തിയേറ്ററുകളിലേക്ക്. സിംഹക്കൂട്ടിൽ അകപ്പെട്ടു പോകുന്ന യുവാവിന്റെ കഥ പറയുന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജയിക്കുകയാണ്. രാജേഷ് മാധവൻ, ദിൽഷാന, അൻവർ ഷെരീഫ്, രാജ്പാൽ, ശ്രവണ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അജയ് കുമാർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം തലശ്ശേരിയിൽ ആരംഭിച്ചു. AV മൂവീസിന്റെ ബാനറിൽ അരുൺ, വരുൺ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറമൂടും ഒന്നിക്കുന്ന അഡിയോസ് അമീഗോ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നഹാസ് നാസറാണ്. അഭിജിത്ത് അശോകൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ജനനം 1947.
പ്രണയം OTT-യിൽ. മാർച്ച് 15-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. LK പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ ബാനറിൽ രാജേഷ് പുത്തൻപുരയിൽ രചനയും സംവിധാനവും നിർവഹിച്ച മെയ്ഡ് ഇൻ എന്ന ഹ്രസ്വചിത്രം അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാര നിറവിൽ. ഏകാധിപത്യ രാജ്യത്തിന്റെ നിഗൂഢ പ്രവൃത്തികൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ചിത്തിനിയുടെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് ജൂൺ 15-ന് കൊച്ചിയിൽ നടക്കും. കൊച്ചി ലുലു മോളിൽ വൈകുന്നേരം 6:30-ന് നടക്കുന്ന ചടങ്ങിൽ സിനിമാ മേഖലയിലെ പ്രമുഖരും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. ധ്യാൻ ശ്രീനിവാസന്റെ സ്വർഗത്തിലെ കട്ടുറുമ്പ് ജൂൺ 21-ന് തിയേറ്ററുകളിലേക്ക്. മൈന ക്രിയേഷൻസിന് വേണ്ടി KN ശിവൻകുട്ടൻ കഥയെഴുതി ജസ്പാൽ ഷൺമുഖമാണ് സംവിധാനം. അപർണ മൾബറിയെ കേന്ദ്ര കഥാപാത്രമാക്കി അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ആദ്യ AI ചിത്രം മോണിക്ക ഒരു AI സ്റ്റോറി റിലീസ് ഡേറ്റ് പുറത്ത്. ചിത്രം ജൂൺ 21-ന് തിയേറ്റർ റിലീസിനെത്തും. SpaceX സ്ഥാപകൻ ഇലോൺ മസ്കിനെതിരെ വീണ്ടും ലൈംഗികാരോപണം. കമ്പനിയിലെ 2 വനിതാ ജീവനക്കാരെ മസ്ക് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചെന്നും തന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണമെന്ന് ആവശ്യപ്പെട്ടതുമായാണ് പരാതി. പരിസരത്തിന്റെ വ്യത്യാസത്തിനും ശബ്ദത്തിനും അനുസരിച്ച് ശബ്ദത്തിനും 3D ഇഫക്റ്റ് നൽകുന്ന സർവീസസ് സാങ്കേതികവിദ്യ സെല്ലുലാർ നെറ്റ്വർക്കിൽ അവതരിപ്പിച്ച് നോക്കിയ IVAS വഴി സംസാരിച്ചാണ് ഇതിന്റെ പരീക്ഷണം നടത്തിയത്. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഫോർഡബിൾ സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയ കമ്പനി. ഫോണിന്റെ വില 21,990 രൂപ. ഗാലക്സി Z Fold 5, ഗാലക്സി Z Flip 5 എന്നീ പേരുകളിലാണ് സാംസങ് തങ്ങളുടെ ഫോൾഡബിൾ ഫോൺ വിപണിയിലെത്തിച്ചത്. മോട്ടോറോളയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ ഫോൺ മോട്ടോ G4 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളുടെ സെഗ്മെന്റിലാണ് മോട്ടോറോള ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എക്സ്ട്രാ മൈലേജുമായി എർട്ടിഗ ക്രൂയിസ് ഹൈബ്രിഡ് പതിപ്പ് അവതരിപ്പിച്ച സുസുക്കി. ഇന്ത്യയിലും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന MPV-കളിലൊന്നായി മാരുതി സുസുക്കി എർട്ടിഗ. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.